നമസ്കാരം. ഓപ്പൺ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇതാണ് നമ്മൾ കേരളത്തെക്കുറിച്ച് ലോകത്തോട് പാടിപ്പുകഴ്ത്തുന്നത്. എന്നാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ പീഡനപർവം താണ്ടിയ നിരവധി കുരുന്നുമുഖങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഉറ്റബന്ധുക്കളാൽ, മാതാപിതാക്കളാൽ, അധ്യാപകരാൽ, പൗരോഹിത്യത്തിൻ്റെ മേലം കേട്ട അഭിനവ ചെകുത്താന്മാരിൽ നിന്നും അവർ നിരന്തരം പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇതാണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്? ഓപ്പൺ ഫോറം പരിശോധിക്കുന്നു. കേരളത്തിൽ നിയമവാഴ്ചയ്ക്ക്, പോലീസിൻ്റെ നടപടിക്രമങ്ങൾക്ക് പോലീസ് ഇരകളോടൊപ്പം നിൽക്കുന്നില്ല എന്ന ആരോപണങ്ങളെക്കുറിച്ച് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നു. സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനമടക്കമുള്ള എല്ലാത്തരം അതിക്രമങ്ങളുടെയും കേസുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക അധികാരങ്ങൾ നൽകി രൂപീകരിച്ച വനിതാ അന്വേഷണ സംഘത്തെ പൊളിച്ചെടുക്കിയ സർക്കാരാണ് ഈ നാട്ടിലുള്ളത്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് പോലെ പ്രത്യേക സംഘം ഇല്ലാതായതോടെ പീഡന കേസുകളിൽ പോലീസ് ഒത്തുകളിക്കുന്ന വാർത്തകൾ നിരന്തരം പുറത്തുവരുന്നു. ഇരകൾക്ക് പൂർണ്ണമായി നീതി ലഭ്യമാകുന്ന വിധത്തിൽ അന്വേഷണം ഏകോപിപ്പിക്കുക, മൊഴികൾ, പ്രതികൾക്കെതിരായ വകുപ്പുകൾ, കുറ്റപത്രങ്ങൾ എന്നിവ പരിശോധിക്കുക, ഇരകളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുക തുടങ്ങിയ ദൗത്യങ്ങളായിരുന്നു വനിതാ സംഘത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ രൂപീകരിച്ച് ഏതാനും മാസത്തിനുള്ളിൽ സംഘാംഗങ്ങളെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയതോടെ അതിൻ്റെ ലക്ഷ്യം അകാലചരമടഞ്ഞു. പോലീസാണ് കിഴക്കമ്പലത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ മൊഴി മാറ്റാൻ ഭീഷണിപ്പെടുത്തിയത്. വടക്കാഞ്ചേരി പീഡനക്കേസ് അട്ടിമറിക്കാനും മൊഴി ചോർത്താനും പോലീസിലെ ഇടതു സംഘടനാ നേതാക്കളാണ് കരുനീക്കിയത്. പേരാമംഗലം CA അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി മുഖം രക്ഷിക്കുകയാണ് പിന്നീടുണ്ടായത്. പോലീസ് തന്നെയാണ് കൊച്ചി നാവിക ആസ്ഥാനത്തെ പീഡനക്കേസിൽ നാവികസേനയുമായി ഒത്തുകളിച്ച് കേസൊതുക്കിയത്. സുപ്രീം കോടതിയിൽ CBI അന്വേഷണത്തെ പോലീസ് എതിർക്കുകയും ചെയ്തു. പത്തനംതിട്ടയിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടിയെ 5 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിൽ അട്ടിമറിക്ക് ശ്രമിച്ചതും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. കൊച്ചിയിൽ സാത്താൻ സേവയുടെ മറവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലും പോലീസ് അട്ടിമറിയുണ്ടായി. മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതികൾക്ക് അനുകൂലമായ മൊഴി നൽകാൻ പോലീസ് നിർബന്ധിച്ചതായും കുട്ടി മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ടായി. ഒടുക്കം വാളയാറിലും കൊട്ടിയൂരിലും കുണ്ടറയിലും ആരെയൊക്കെയോ അവർ സംരക്ഷിക്കുന്നു എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കുമോ? ഇന്നലെകളിൽ ഇവിടെ നടന്ന പല പീഡനങ്ങളിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തുതീർപ്പുകളും വിട്ടുവീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് പകൽ പോലെ തെളിവുകളുണ്ട്. ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഇവരെയാണോ നിയമപാലകർ എന്ന് നമ്മൾ വിളിക്കേണ്ടത്? കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനായി പോക്സോ നിയമം നിലവിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. എന്നാൽ നിയമം അനുശാസിക്കുന്ന തരത്തിലല്ല കേരളത്തിൽ ഇത് സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം 1 മാസത്തിനകം വിചാരണ ആരംഭിക്കണമെന്നാണ് പോക്സോ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വിചാരണ ആരംഭിക്കാൻ 3 വർഷം വരെ സമയം വേണ്ടിവരുന്നു. പ്രതിയും ഇരയും കോടതിയിൽ നേർക്കുനേർ വരരുതെന്ന വ്യവസ്ഥയും കേരളത്തിൽ ലംഘിക്കപ്പെടുന്നു. പോക്സോ കേസുകൾ സാധാരണ ക്രിമിനൽ കേസുകൾ പോലെ കൈകാര്യം ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ നിലവിലുള്ളത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ശിശു സൗഹൃദ കോടതികൾ, ജുവനൈൽ സെല്ലുകൾ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തുടങ്ങിയവ വേണമെന്ന വ്യവസ്ഥകളും ലംഘിക്കപ്പെടുന്നു. 2016 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് 2093 പോക്സോ കേസുകളാണെന്നത് അലംഭാവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇവയിൽ പലതിനും വിചാരണ പോലും തുടങ്ങാനായിട്ടില്ല എന്നതും ഇതിനോട് കൂട്ടി വായിക്കണം. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1200-ലധികം പീഡന കേസുകളാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയുള്ളതാണ് ഇവയിൽ അധികവും. എന്നാൽ നീതി ലഭ്യമാക്കപ്പെട്ട ഇരകളുടെ എണ്ണം വളരെ ചുരുക്കം ചിലവ് മാത്രം. പുറത്തു വരാൻ മടിക്കുന്ന, അല്ലെങ്കിൽ പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആദിവാസി, ദളിത് ബാലപീഡനങ്ങളുടെ കണക്കുകൾ കൂടി നിങ്ങൾ കേട്ടാൽ പിറക്കാൻ പോകുന്ന ഓരോ കുട്ടിയും ഗർഭത്തിൽ വെച്ച് തന്നെ സമാധിയടയാൻ നിങ്ങൾ ആഗ്രഹിച്ചു പോകും. ചെറിയ കുട്ടികൾ, ഓരിക്ക് ഒന്നും അറിയാത്ത ഒരു കുട്ടികളാണ്. അവരൊക്കെ ഇപ്പം കൂടുതൽ പീഡനമാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് വായിച്ച് നോക്കിയാൽ കാണുന്ന ഏറ്റവും കൂടുതൽ പീഡനമാണ്.
അതല്ലാണ്ട് വേറെന്ത്. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ശരിയില്ല. ഗവൺമെൻറ് ഒന്ന് വലിക്ക് നമ്മളെ ഗൾഫ് രാജ്യത്തുള്ള മാതിരി ഒരു ഇത് കൊടുക്കണം. എന്ന് വെച്ചാൽ അവിടെയൊക്കെ വെച്ചാൽ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ വെച്ചാൽ എന്താണ് ഓരിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, അതിൻ്റെ വെട്ടിക്കൊല്ലുകയാണ്. അതേപോലെ ഒരാളെ വെട്ടിക്കൊന്നാൽ എന്താ വെച്ചാൽ പിന്നെ ഒരിക്കലും ഈ കേരളത്തിലേ നടക്കൂല. എൻ്റെ അഭിപ്രായത്തിൽ നിയമം കർക്കശമാക്കണം. അതോടൊപ്പം രക്ഷിതാക്കൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കണം ഏതാണ് നല്ലത് എന്താണ് ചീത്ത. ഒരു രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാം തുറന്ന് പറയണം. എന്ത് സംഭവിച്ചാലും തുറന്ന് പറയാനുള്ളൊരു ബന്ധം രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഉണ്ടായിരിക്കണം. പിന്നെ രക്ഷിതാക്കൾ തന്നെ പഠിപ്പിക്കണം മക്കളെ എന്താണ് നല്ലത് എന്താണ് ചീത്ത, ഒരു ഗുഡ് ടച്ച് എന്താണ്, ഒരു ബാഡ് ടച്ച് എന്താണെന്നൊക്കെ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. എന്നാലേ കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും ഒരു തുറന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. പിന്നെ നിയമം തീർച്ചയായിട്ടും കർക്കശമാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ സൗദിയിലെ പോലുള്ള നിയമം വരണം എന്നാണ്. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്നുള്ള നിയമം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ രക്ഷിതാക്കൾ നമ്മൾ ഒരു മകളുടെ കുട്ടി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എവിടം വരെ പോകുന്നു എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായും അന്വേഷിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടികളെ വഴിതെറ്റാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മൊബൈൽ ഫോണ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരു സ്കൂളിലോട്ട് പോകുമ്പോൾ അവിടെ എത്തുന്നുണ്ടോ, എത്ര മണിക്ക് തിരിച്ചു വരുന്നുണ്ട് നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും ഒരു ദിവസം കുട്ടി ആബ്സെൻ്റ് ആണെങ്കിൽ അത് വീടുകളിൽ വിളിച്ച് അറിയിക്കാനുള്ള ഒരു സംഭവം ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇന്ന് ലീവാണ്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം ഇന്ന് ലീവാണ് എന്നുള്ളത്. അപ്പോൾ ലീവ് അവിടെ അറിയിക്കാത്ത പക്ഷം സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ച് അന്വേഷിക്കണം. അങ്ങനെ ഒരു സംഭവം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു ഇതായി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ പിടിച്ച് കൊണ്ടുപോവുകയാണല്ലോ. അപ്പോൾ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ അവർ അതൊക്കെ അവരെ ശിക്ഷ കഴിഞ്ഞാൽ വീണ്ടും വരും, പുറത്തേക്ക് വരും. അപ്പോൾ പിന്നെ പെൺകുട്ടികളെ പീഡിപ്പിക്കൂ, പിന്നെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെയും പിടിച്ചുകൊണ്ടോ. ഇതൊക്കെ തന്നെയല്ല നടക്കുന്നത്. അപ്പോൾ അതിന് കർശനമുള്ളൊരു നടപടി എടുക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ളൊരു നടപടി എടുക്കണം. രാഷ്ട്രീയക്കാർക്ക് ഓരോ പീഡനങ്ങളും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴികൾ മാത്രമാണ്. അവരുടെ ചതുരംഗ പലകയിലെ കരുക്കൾ മാത്രമാണ് ഓരോ പീഡന കേസുകളും. കുട്ടികൾ, ഇരകൾ മരണങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ അവർ ദന്തഗോപുരങ്ങളിലിരുന്ന് പരസ്പരം ചെളിവാരി എറിയുന്നു. നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? ഇരകളുടെ കണ്ണുനീരിനും വേദനയ്ക്കും മുകളിൽ അധികാരത്തിൻ്റെ കസേരയിട്ടിരിക്കാൻ നിങ്ങൾക്കാർക്കും ലജ്ജ തോന്നുന്നില്ലേ? ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. എല്ലാം കാണുന്ന, എല്ലാത്തിനും കണക്ക് സൂക്ഷിക്കുന്ന ഒരു ജനത ഈ നാട്ടിലുണ്ട്. അവരുടെ കണക്കു പുസ്തകത്തിലെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരമില്ലാതാകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓപ്പൺ ഫോറത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്.